ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ബലിപ്പെരുന്നാൾ പള്ളികളിലും ഈദ് ഗാഹുകളിലും എത്തി വിശ്വാസികൾ ബലിപ്പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. ഹജ്ജിന്റെ മൂന്നാം ദിനമായ മിനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചുവെന്ന് മക്കയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം റിപ്പോർട്ട് ചെയ്യുന്നു. ജലീൽ കണ്ണമംഗലം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ജലീൽ കണ്ണമംഗലം. പ്രാർത്ഥനാ നിർഭരമായ ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ മക്കയിലുള്ളത്. ഗുഡ് മോർണിംഗ് SKN. ബലിപെരുന്നാൾ ആശംസകൾ. ഹജ്ജ് കർമ്മങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണ്. അതേസമയം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് സൗദിയും UAEയും ഒമാനും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം. പെരുന്നാളിന് ഹറം പള്ളികളും മറ്റു പള്ളികളും ഈദ്ഗാഹുകളും എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം സൗദിയിൽ ഹറം പള്ളികളിലൊക്കെ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും. മക്കയിലെ ഹറം പള്ളിയിൽ ഷെയ്ഖ് മാഹിർ അൽ മുഅക്കിലിയും മദീനയിൽ ഷെയ്ഖ് സാലിഹ് അൽ ബുദൈറും പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകും. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് ആകുന്നതോടെ എല്ലാ പള്ളികളിലും ഈദ്ഗാഹുകളിലുമെല്ലാം നമസ്കാരം നിർവഹിക്കണം എന്നാണ് നിർദ്ദേശം. അതേസമയം നമസ്കാരവും ഖുതുബയും എല്ലാം 15 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കണം എന്ന പ്രത്യേക നിർദ്ദേശവും മതകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം സൗദിയിൽ നല്ല ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കൂടുതൽ സമയം ഇതിനുവേണ്ടി വിനിയോഗിക്കരുത് എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പുതുവസ്ത്രമണിഞ്ഞ് ബലി നൽകി പെരുന്നാൾ വിഭവങ്ങൾ കഴിച്ച് ഉറ്റവരുടെ കബറിടം സന്ദർശിച്ച് ബന്ധുക്കളെ സന്ദർശിച്ചൊക്കെയാണ് വിശ്വാസികൾ ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. കലാ സാംസ്കാരിക പരിപാടികളും ഈ ഗൾഫിന്റെ പല ഭാഗത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് മലയാളി സംഘടനകൾ ഉൾപ്പെടെ പലരും. പല പ്രവാസികളും പെരുന്നാൾ ആഘോഷത്തിനായി നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. പെരുന്നാൾ വിപണിയും വളരെ സജീവമാണ്. അതേസമയം ഹജ്ജ് തീർത്ഥാടകർ അവർക്ക് ഏറ്റവും തിരക്കേറിയ ദിവസമാണ് ഇന്നലെയായിരുന്നു ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് തീർത്ഥാടകർ ഇന്ന് രാവിലെ മീനായിൽ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. മീനായിൽ തിരിച്ചെത്തിയ തീർത്ഥാടകർ മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിച്ചു. 3 ജംറകളാണ് മീനായിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജംറയായ ജംറത്തുൽ അഖബയിലാണ് കല്ലേർ കർമ്മം നിർവഹിക്കുന്നത്. ഇന്നലെ രാത്രി മുസ്ദലിഫയിൽ നിന്നും ശേഖരിച്ച കല്ലുകളാണ് ജംറയിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കല്ലേർ കർമ്മത്തിന് ശേഷം ബലി നൽകാനുള്ളവർ ബലി നൽകുക, മുടിയെടുക്കുക, ഹജ്ജിന്റെ വിശുദ്ധ ഹറമിൽ പോയി ഹജ്ജിന്റെ തവാഫ് നിർവഹിക്കുക, അതിനുശേഷം സാധാരണ വസ്ത്രം ധരിക്കുക തുടങ്ങിയ കർമ്മങ്ങളെല്ലാം തീർത്ഥാടകർ ഇന്ന് നിർവഹിക്കും. ഇതുവരെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന ഒരു തെൽബിയത്ത് ഹജ്ജിന്റെ തെൽബിയത്ത് ചൊല്ലിയിരുന്ന തീർത്ഥാടകർ ഇന്നു മുതൽ പെരുന്നാളിനോടനുബന്ധിച്ച് അല്ലാഹു അക്ബർ എന്ന ആ തക്ബീർ ധ്വനികളിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് ഒരു ജംറയിലാണ് തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കുന്നത് എങ്കിൽ നാളെ മുതൽ 3 ജംറകളിലും ജംറത്തുൽ അഖബ, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ ഊല ഇങ്ങനെ 3 ജംറകളിലും തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കും. തിങ്കളാഴ്ചയോടെ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കും. SKN. ഓക്കെ, ജലീൽ കണ്ണമംഗലമാണ് മക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ജലീലിന് പെരുന്നാൾ ആശംസകൾ.